ഹലോ ഗായ്സ്. അപ്പോൾ ഗൈസ് ഇതൊരു ഇൻഷോട്ടിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ള ഒരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും എനിക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വിചാരിച്ചിട്ടു ഗൈസ്. അതുകൊണ്ടാണ് ഞാനിവിടെ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് വേണ്ടപ്പെട്ട വീഡിയോസൊക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്യണം. അതിന് ശേഷം നമ്മളിതാ ഇതേപോലെ നമുക്ക് ഒന്ന് ചെയ്ത് കൊടുക്കണം. ആൻഡ് അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ വരും. നമ്മൾ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഗൈസ്. അതിൽ വേണ്ടാത്ത പോർഷനൊക്കെ നമ്മൾക്ക് ഒന്ന് ഡിലീറ്റ് ആയി കൊടുക്കാം കേട്ടോ ഗൈസ്. ഇവിടുത്തെ ഒരു ഇൻഷോട്ട് പറഞ്ഞ ലോഗോ ഉണ്ടാവില്ലോ, ലോഗോ ഒന്നും ഉണ്ടായതിൽ അതൊക്കെ നമുക്കൊന്ന് ഡിലീറ്റ് ആയി കൊടുക്കണം. ആൻഡ് ഗൈസ് നമ്മളിത് ഇതുപോലെ എടുത്ത് വെച്ച ഇങ്ങനെ വീഡിയോസ് ഉണ്ടാവില്ലോ, നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ എടുത്ത് വെച്ചത് നമ്മൾ ക്യാൻവാസിൽ പോയിട്ട് സെറ്റ് ആക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് വേണ്ട പോലെ ചെയ്യണം ഗൈസ്. അപ്പോൾ ഒരു രീതിക്ക് ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കണം ഗൈസ്. ബാക്കിയെല്ലാം ഓക്കെയാണ്, ബട്ട് ചിലതൊന്നും നോക്കില്ല ഗൈസ്. നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു രീതിക്ക് ഒന്ന് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ പോയിട്ട് നമുക്ക് സെറ്റാക്കാൻ പറ്റും കേട്ടോ ഗൈസ്. നമുക്ക് ഇങ്ങനെ വേണോ ഇങ്ങനെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഇപ്പോൾ നമ്മൾ വീഡിയോ ഓൺ ആക്കുകയാണെങ്കിൽ ഉണ്ടോ ഗൈസ്, നമ്മളൊരു ക്ലിയർ ആവും. അപ്പോൾ ഗൈസ് നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ പോയിട്ട് ഇതാക്കാം. നമുക്ക് വേണമെങ്കിൽ ഏത് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിലും വെക്കാം കേട്ടോ. എന്തായാലും നമ്മൾ വെക്കണം, ബാക്ക്ഗ്രൗണ്ട് വെക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ ഇതൊരു ഭംഗി ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് പിൻട്രസ്റ്റോട്ടാണ് കേട്ടോ. അപ്പോൾ ഈ പിൻട്രസ്റ്റിൽ പോയതിന് ശേഷം നമ്മളിതാ അടിച്ചു കൊടുക്കുന്നത് ഗ്രിഡ് ലൈൻ വാൾപേപ്പറിന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇത് മിക്കവാറും എനിക്ക് മൊത്തം പണിയാവും. ഇതുപോലെ ഞാൻ കോണായിട്ട് എടുത്തിരിക്കുന്നത് ഗൈസ്. നമ്മൾ നെറ്റ് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ നെറ്റൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിതാ ഇതാണ് വേണ്ടതെങ്കിൽ ഈ ഒരു ഡൗൺലോഡ് ഇമേജ് ഒന്ന് കൊടുക്കണം. അപ്പോൾ നമ്മളത് പിന്നെ ചെയ്ത് കൊടുക്കണം ഗൈസ്. നമ്മളെന്തായാലും അതൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇതെന്താ ഞാൻ പറഞ്ഞിട്ടില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഇപ്പോൾ വേണ്ടത് ഇതാ ഈ ഒരു എവിടെ തന്നെ ഗൈസ് ഈ ഒരു ഇതിൽ പോയിട്ട് നമ്മളിതാ ഈ ഒരു പ്ലസ് 2 പ്രാവശ്യം അമർത്തണം. ആൻഡ് അപ്പോൾ ഇതാ നമ്മുടെ ഗ്രിഡ് ലൈൻ വരും. അപ്പോൾ നമ്മൾ അതിലെടുത്താൽ അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇവിടെ വയ്ക്കാൻ പറ്റും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ വേണമെങ്കിൽ കുറച്ച് ചെറുതായിട്ടും വലുതായിട്ടൊക്കെ വരെ വയ്ക്കുക. പേഴ്സ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഒരു അടിപൊളി ഉണ്ടാവും. അടിപൊളി ഗൈസ്, ഭയങ്കര ചൂട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. നമുക്ക് ആ സീന് കഴിയുന്ന വരെയാണ് നമുക്കത് കിട്ടുള്ളൂ. പിന്നെ വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ വെക്കണം ഗൈസ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു മിനി വ്ളോഗാണ് കേട്ടോ. അതുതന്നെ അതിൻ്റേതായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ് നമ്മളിതാ ഈ ടച്ചിൽ പോയിട്ട് നമ്മുടെ അക്കൗണ്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ അക്കൗണ്ട് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചെറുതാക്കി കൊടുക്കണത് അല്ലെങ്കിൽ പണികളും. അപ്പോൾ നമ്മുടെ അക്കൗണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ അടിച്ചു കൊടുക്കുന്നുണ്ട് അടിക്കോ സോറി ക്രാഫ്റ്റ് ബൈ റുഷ്ത ഗേസ്. ഇതുവരെയായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗേസ്. ഈ വീഡിയോ ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഗേസ്. സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ കണ്ടോ വരുന്നത്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ സെറ്റായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സൈഡിൽ വെച്ചെടുക്കാം കേട്ടോ. സൈഡിലാണ് വെക്കണ്ടേ. നമ്മളിത് മൊത്തം ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തം ചെയ്തെടുക്കുന്നുണ്ട്. യെസ് ഗൈസ്, സെറ്റായിട്ടുണ്ട്. നമുക്കിത് ഇനി നമുക്കിതാ ഹലോ ഗൈസ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ ഗൈസ്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഹലോ ഗൈസ് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഏത് കളർ എടുക്കാം? ഒരു പ്യൂറായിട്ടുള്ള കളർ എടുക്കുക ഗൈസ്. ആൻഡ് നമുക്ക് അതിൽ ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഏത് വേണമെന്നാണ് ഇപ്പോൾ കൺഫ്യൂഷൻ ഗൈസ്. വേണ്ട, ഒന്നും വേണ്ട. നമുക്കിപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ഒന്ന് എടുക്കാം. ഇതെടുക്കാം ഗൈസ്. ഇത് നമുക്ക് എത്ര സെക്കൻഡ് വേണമെന്നും കൂടി ഒന്ന് സെറ്റായി കൊടുക്കണം. പൈസ നമ്മൾ ഏകദേശം നമ്മുടെ ഒരു രീതിയിൽ ആയി കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്കൊന്ന് നോക്കാം ഗൈസ്. ഗൈസ് കറക്റ്റ് തന്നെയാണ്. അതിന് മുമ്പ് നമ്മളിതാ ഈ ഒരു സൗണ്ട് ഇല്ലാത്ത രീതിക്ക് ആക്കണം കേട്ടോ. എന്നാൽ നമ്മളുടെ ആ ഒരു വീഡിയോത്തെ സൗണ്ടൊക്കെ കേൾക്കുന്നതാണ്. അതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. ഓക്കെ ഇതൊക്കെ കറക്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഹലോ ഗൈസിൻ്റെ കൂടെ ഒരു ലോഗോയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ.
ഉണ്ടോ ഹലോ ഹായ് അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടം വരെ വെച്ചിരിക്കുന്നത് ഗൈസ്. പിന്നെ നമുക്ക് വേണ്ടത് അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇവിടേക്ക് ഒന്ന് സെറ്റാക്കി കൊടുക്കണം ഗൈസ്. ബായിൻ്റെ അവിടെയും കൂടി ഒന്ന് സെറ്റാക്കി കൊടുക്കണം ഗൈസ്. നമ്മളിത് സെറ്റാക്കി കൊടുക്കുകയാണ്. ഈ പിങ്ക് കളർ ഇരിക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ് എന്തോ മെസ്സേജ് ഇത് സെറ്റായിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടു ഗൈസ്, നല്ല രസമുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ വീഡിയോ ഒന്ന് എക്സ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് എക്സ്പോർട്ട് ചെയ്യും. നമുക്ക് അതിൻ്റെ നെറ്റുള്ള ഒരാവശ്യമില്ല ഗൈസ്. അപ്പോൾ നമ്മളിത് ഒന്ന് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കണം. എക്സ്പോർട്ട് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഗൈസ് എക്സ്പോർട്ട് ആവട്ടെ. അതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യമുണ്ട് കേട്ടോ ഗൈസ്. കൊണ്ട് നമുക്ക് അതിൻ്റെ തമ്പിനയിലൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഗൈസ് നമ്മളിത് നേരെ പോകുന്ന പിൻട്രസ്റ്റോട്ടാണ്. അപ്പോൾ നമ്മളിത് ഇൻഷോട്ടിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻഷോട്ടിൽ നിന്ന് അടിച്ചു നോക്കുന്നുണ്ട്. ഇൻഷോട്ടിൻ്റെ ലോഗോയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പിൻട്രസ്റ്റിൽ നോക്കിയാൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിട്ടും, നേരെ ക്ലിയർ ആയിട്ടുള്ളത് കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നെറ്റണാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗൈസ് നല്ലൊരു ബ്യൂട്ടിഫുൾ നല്ല രസമുള്ള തന്നെ കിട്ടും കേട്ടോ. അതാരം കൊണ്ടാണ് ഞാനിവിടെ പിൻട്രസ്റ്റിൽ നോക്കുന്നത്. പിൻട്രസ്റ്റ് അറിയാത്തവരാണെങ്കിൽ എന്തായാലും നിങ്ങൾക്കൊരു എസ്തെറ്റിക് ക്യൂട്ടും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇൻഷോട്ടിൽ വരേണ്ടതാണ് കേട്ടോ. ഇൻഷോട്ടിലെ പിൻട്രസ്റ്റിൽ വരേണ്ടതാണ്. ആൻഡ് അപ്പോൾ ഗൈസ് നമുക്കിത് അടിപൊളിയായിട്ടുള്ള കുറേ ഇൻഷോട്ടിൻ്റെ ലോഗോ കിട്ടി. നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് മതിയില്ലേ, ഏതെടുക്കുക എന്നുള്ള കൺഫ്യൂഷനാണ് ഗൈസ്. ഇവിടെ കുറേ പൂക്കിയുണ്ട് ഗൈസ്. പൂക്കി ഒരു കൊള്ളാടോ. ഗൈസ് നമ്മുടെ ഇൻഷോട്ടിൻ്റെ ലോഗോ എടുക്കുകയാണ്. നമുക്ക് ഏത് വണ്ടി ഇതെടുക്കാം ഗൈസ്. അപ്പോൾ നമ്മളിതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട് ഗൈസ്. ആൻഡ് ഇനി നമ്മൾ ഒരു തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ സേവ് ആയിട്ടുണ്ട്. ഓക്കെ നമ്മൾ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിതാ ഒരു ഇതെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ നേരെ പോയി ഇതിലിട്ടണം. അതിന് പക്ഷേ നമ്മുടെ വേണ്ട ആ ഒരു പിക്ക് നമ്മളെടുക്കണം. അപ്പോൾ ഗൈസ് ഞാൻ ഇതാണൊന്ന് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ് അതൊന്ന് നമുക്കൊന്ന് ക്ലിയർ ചെയ്യണം. അതിനായി നമ്മൾ അതിന് മുമ്പ് ഓരോ ഒരു കാര്യം ചെയ്യണം കേട്ടോ. ഗൈസ് നമ്മളിത് ചെയ്ത ഫോട്ടോ നമ്മളിത് അവിടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ വേണമെങ്കിൽ മുട്ടിച്ച് വെക്കാം. കൊള്ളാം ഗൈസ്. ഓക്കെ ഗൈസ്. ഓക്കെ ഇനി നമ്മളിതാ നമ്മുടെ ഒന്നും കൂടി പിപ്പിലോട്ട് പോയ ശേഷം നമ്മളിതാ ആ ഒരു ഇൻഷോട്ടിൻ്റെ ലോഗോ നമ്മളൊന്ന് എടുത്തു കൊടുക്കണം കേട്ടോ ഗൈസ്. ഇതോടെ നമ്മളെടുത്തില്ല. അപ്പോൾ നമ്മൾ അതൊന്നും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ. അത് നമ്മളിതാ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ചോദിച്ചതിനെ കൊണ്ട് പറഞ്ഞതാണ്. ഞാൻ Q&Aയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഹൗ ടു എഡിറ്റ് ഇൻഷോട്ട് എന്നാണ് ഇൻഷോട്ട് എന്ന് എഴുതി കൊടുക്കുക. എൻ്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് മറ്റൊന്നത്ര മാക്സിമം പറഞ്ഞതിൻ്റെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ എടുത്ത് കൊടുക്കാം ഗൈസ്. ഏത് വേണമെങ്കിൽ ചെയ്തേക്കാം. എനിക്ക് ഇത്തിരി ബ്യൂട്ടിഫുള്ളായി തോന്നുന്നതാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിത് ഏത് കളർ വേണമെന്നുള്ള തിരച്ചിലാണ് ഗൈസ്. ഏത് ഭംഗിയെന്നാണ് എനിക്കറിയാത്തത് ഗൈസ്. കുഴപ്പമില്ല, ഇത്തിരി വലുതായി കൊടുക്കാം. എഡിറ്റ് ചെയ്യാൻ അറിയാത്തവരാണ്, തമ്പനിയിൽ സെറ്റാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇതൊന്ന് കണ്ടോക്കിട്ടോ. വീട്ടിൽ വയ്ക്കാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തമ്പനിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മുടെ തമ്പനിയിൽ സെറ്റാക്കി അടിപൊളിയല്ലേ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ ഇതൊന്ന്